പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്. പാർട്ട്ണർഷിപ്പിൽ തന്നെ അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പാർട്ട്ണർഷിപ്പ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് 2 or more persons who agreed to pool together their financial and managerial resources in some business and to share the profit thereof between them. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അസോസിയേഷൻ, 2 അതിൽ കൂടുതലോ ആളുകൾ ചേർന്നുണ്ടാക്കുന്ന ഒരു അസോസിയേഷനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇവർ ഒരുമിച്ചിട്ട് ഇവരുടെ കയ്യിലുള്ള സാമ്പത്തികവും അതുപോലെ തന്നെ മാനേജീരിയൽ റിസോഴ്സസും ഒക്കെ ഉപയോഗപ്പെടുത്തി ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭങ്ങൾ ഇവർ വീതിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പഠിച്ചപ്പോൾ അവിടെ ഒരു വ്യക്തി ഒറ്റയ്ക്കാണ് ബിസിനസ് നടത്തുന്നത് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ പാർട്ട്ണർഷിപ്പിനകത്ത് 2 അതിൽ കൂടുതലോ ആളുകൾ ചേർന്ന് ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കി ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ബിസിനസ് നടത്തുന്നത്. ആ ഒരു രീതിയെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 defines partnership as the relation between 2 or more persons who have agreed to share the profit of a business carried on by all or any one of them acting for all. 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ 4-ാം വകുപ്പിൽ പങ്കാളിത്തത്തിന് നൽകിയിരിക്കുന്ന നിർവചനം ഇങ്ങനെയാണ്: എല്ലാവരും ചേർന്ന് നടത്തുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ആരെങ്കിലും നടത്തുന്ന ഒരു ബിസിനസ്സിൻ്റെ ലാഭം പങ്കിട്ടെടുക്കാൻ യോജിച്ച് തീരുമാനിച്ചവർ തമ്മിലുള്ള ബന്ധം. ഇങ്ങനെയാണ് 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് സെക്ഷൻ 4 പാർട്ട്ണർഷിപ്പിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. നമ്മളിതിൻ്റെ ചുരുക്കം വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 അതിൽ കൂടുതലോ ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ്സാണ്. ഇവരൊരു എഗ്രിമെൻറ്റിന് പുറത്താണ് ബിസിനസ് നടത്തുന്നത്. ഇവർ ഓരോരുത്തരും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇവർക്ക് എത്രയാണോ ലാഭം കിട്ടുന്നത് അത് ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പണത്തിനനുസരിച്ച് വീതിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇൻ കേസ് നഷ്ടമാണ് സംഭവിക്കുന്നത് എങ്കിൽ ഇതേ അളവിൽ തന്നെ ഇവരെന്ത് ചെയ്യും? ആ നഷ്ടവും വീതിച്ചെടുക്കുന്നു. ഇങ്ങനെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്, ഒന്നാമത്തേതാണ് ഫോർമേഷൻ. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ രൂപീകരണമാണെന്ന് അറിയാമല്ലോ. ദ പാർട്ട്ണർഷിപ്പ് ഫോം എ ബിസിനസ് ഓർഗനൈസേഷൻ ഗവേൺഡ് ബൈ ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ചിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കുന്നത്. The partnership comes into existence with an agreement among partners. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കുന്നത്. ദെൻ രണ്ടാമത്തേതാണ് എഗ്രിമെൻറ്റ്. ഇതൊരു കരാറാണ് ആക്ച്വലി. ഇൻ എ പാർട്ട്ണർഷിപ്പ് ദെയർ മസ്റ്റ് ബി ആൻ എഗ്രിമെൻറ്റ്. ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ രൂപീകരിക്കുമ്പോൾ അവിടെ നിർബന്ധമായിട്ടും ഒരു കരാർ ഉണ്ടായിരിക്കണം. ദ എഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. ഈ എഗ്രിമെൻ്റ് ഒരു പക്ഷേ ഓറൽ ആവാം അല്ലെങ്കിൽ റിട്ടൺ ആവാം. ദ റിട്ടൺ എഗ്രിമെൻ്റ് ഈസ് നോൺ ആസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. റിട്ടൺ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പലപ്പോഴും പരീക്ഷയിൽ ചോദിക്കാറുണ്ട്, എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? അപ്പോൾ നിങ്ങൾ പറയാം, ദ റിട്ടൺ എഗ്രിമെൻറ്റ് ഈസ് നോൺ ആസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇനി മൂന്നാമത്തേതാണ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കണമെങ്കിൽ മിനിമം 2 പേരെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. 100 പേരിൽ കൂടുതൽ
ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കാൻ സാധ്യമല്ല. ദെൻ നാലാമത്തത് പ്രോഫിറ്റ് മോട്ടീവാണ്. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും ഉദ്ദേശം ലാഭം ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. അതേപോലെ പാർട്ട്ണർഷിപ്പിൻ്റെ ഉദ്ദേശം എന്ത് തന്നെയാണ്? പ്രോഫിറ്റ് മോട്ടീവാണ്, അഥവാ ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. The business carried on by partnership firm must have profit motive. In this way, orphanage, charitable trust, etc. can't become partnership. അപ്പോൾ ലാഭം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഓർഫനേജോ ചാരിറ്റബിൾ ട്രസ്റ്റോ ഒന്നും പാർട്ട്ണർഷിപ്പ് വെച്ചിട്ട് രൂപീകരിക്കാൻ സാധ്യമല്ല. ഇനി അടുത്തതാണ് റെസ്ട്രിക്ഷൻസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. ഹിയർ നോ പാർട്ട്ണർ ക്യാൻ ട്രാൻസ്ഫർ ഹിസ് ഷെയർ ഇൻ ദ പാർട്ട്ണർഷിപ്പ് വിത്തൗട്ട് ദ പ്രയർ കൺസെൻറ്റ് ഓഫ് ഓൾ അതർ മെമ്പേഴ്സ്. ഇതിൽ അംഗമായ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർഷിപ്പിലുള്ള ഷെയർ മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധ്യമല്ല. അത് സാധിക്കണമെങ്കിൽ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് തീരുമാനിക്കണം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഷെയർ നൽകാൻ സാധ്യമല്ല. ദെൻ അടുത്തതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇവിടെ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്താണെന്നറിയോ? അൺലിമിറ്റഡ് ആണ്. കാരണം ഓരോ പാർട്ട്നേഴ്സിനും ലാഭം ഉണ്ടെങ്കിൽ ലാഭം എടുക്കാം, നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ നഷ്ടം ഇവരെന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. അല്ലാതെ മറ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയ്ക്കോ ഇവർക്ക് യാതൊരു തരത്തിലുള്ള അഡ്വാൻറ്റേജോ ബെനിഫിറ്റോ കിട്ടുന്നില്ല. ദെൻ രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് നോട്ട് കമ്പൽസറി, ഇറ്റ് ഈസ് ഓപ്ഷണൽ. നിങ്ങൾ മനസ്സിലാക്കുക, പാർട്ട്ണർഷിപ്പ് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി, നിർബന്ധമില്ല. അത് ഓപ്ഷണലാണ് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ. ദെൻ അടുത്തത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. അതായത് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതും പാർട്ട്ണർഷിപ്പ് കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ എല്ലാവരും ഒരുമിച്ചിട്ടായിരിക്കും. ഒരു ജോയിൻ്റ് എഫേർട്ടാണ് ഇവിടെ ഉണ്ടാവുക. അല്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം ഇവിടെ എടുക്കില്ല. ദെൻ ലാക്ക് ഓഫ് കണ്ടിന്യൂയിറ്റി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദ റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഇൻസോൾവൻസി എക്സെട്ര ഓഫ് എനി പാർട്ട്ണർ ബ്രിങ് ദ ഫേം ടു ആൻ എൻഡ്. അതായത് ഒരു പാർട്ട്ണറുടെ മരണമോ അല്ലെങ്കിൽ പാപ്പരത്വമോ ഇത് ഇനി അതല്ല അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ അതോടുകൂടി ആ പാർട്ട്ണർഷിപ്പ് അവിടെ അവസാനിച്ചു. കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ മരണം സംഭവിച്ചാൽ പോലും ആ പാർട്ട്ണർഷിപ്പ് അവിടെ അവസാനിക്കും. ഹവെവർ ദ റിമൈനിങ് പാർട്ട്നേഴ്സ്, ഇഫ് ദേ സോ ഡിസയർ ടു കണ്ടിന്യൂ ദ ബിസിനസ് ഓൺ ദ ബേസിസ് ഓഫ് ന്യൂ എഗ്രിമെൻറ്റ്സ്. ഇനി നിലവിലുള്ള പാർട്ട്നേഴ്സിന് ഈ ബിസിനസ് സ്ഥാപനം തുടർന്നു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പഴയത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് മാത്രമേ ഇത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പഴയ ആ ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ അവസാനിക്കും. ദെൻ മ്യൂച്വൽ ഏജൻസി. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഏജൻസിയാണ്. കാരണം എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ് സംവിധാനമാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇത്രയും ഫീച്ചേഴ്സുകളാണ് പാർട്ട്ണർഷിപ്പിനുള്ളത്. ഇനി നമുക്ക് എന്തെല്ലാം മെറിറ്റ്സുകളാണ് ഇതിനുള്ളതെന്ന് നോക്കാം. ഒന്ന്, ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങാനും അതുപോലെ തന്നെ അവസാനിപ്പിക്കാനും വളരെ എളുപ്പമാണ്. കാരണം ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നതിനോ അവസാനിപ്പിക്കുന്നതിനോ ഇല്ല. രണ്ടാമത്തത് ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ ഒരു ബാലൻസ്ഡ് ഡിസിഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഒരാൾ ഒറ്റയ്ക്കല്ല തീരുമാനമെടുക്കുന്നത്, കുറേ പേർ ചേർന്നിട്ടാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഒരാൾക്കില്ലാത്ത ഐഡിയ മറ്റൊരാൾക്കുണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസിഷനാണ് പാർട്ട്ണർഷിപ്പിൽ എടുക്കുന്നത്. ദെൻ മൂന്നാമത്തെ പോയിൻ്റാണ് ലാർജ് ഫണ്ട്. കുറേ പാർട്ട്നേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ ഫണ്ട് അവൈലബിൾ ആയിരിക്കും. ഓരോ പാർട്ട്നേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇനി അടുത്തതാണ് സീക്രസി. സീക്രസി എന്ന് പറഞ്ഞാൽ സ്വകാര്യതയാണ്. സ്വകാര്യത എന്ന് പറഞ്ഞാൽ എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് നോട്ട് ലീഗലി റിക്വയർഡ് ടു പബ്ലിഷ് ഇറ്റ്സ് അക്കൗണ്ട്സ് ആൻഡ് റിപ്പോർട്ട്സ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് അവരുടെ അക്കൗണ്ടുകളോ റിപ്പോർട്ടുകളോ ഒന്നും തന്നെ പൊതുജനങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളൊരു പബ്ലിക് കമ്പനിയിൽ എടുത്തു പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പബ്ലിക് കമ്പനിക്ക് അവരുടെ അക്കൗണ്ടുകളും റിപ്പോർട്ടുകളുമൊക്കെ
അവരുടെ ഷെയർ ഹോൾഡേഴ്സിലേക്ക്, പൊതുജനങ്ങളിലേക്ക് എന്ത് ചെയ്യേണ്ടത്, നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് അത് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ അവിടെ അവർക്ക് കൂടുതലായി സ്വകാര്യതകളൊന്നും കാത്തു സൂക്ഷിക്കാൻ സാധ്യമല്ല. ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പിന് ഇത്തരത്തിൽ റിപ്പോർട്ടുകളും അക്കൗണ്ടുകളും ഒന്നും പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരുടെ രഹസ്യങ്ങൾ അവർക്ക് തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. ഇനി അടുത്തതാണ് ഷെയറിംഗ് ഓഫ് റിസ്ക്. ദ റിസ്ക് ആർ ഷെയർഡ് ബൈ ഓൾ പാർട്ട്നേഴ്സ്. അതായത് ഇവിടെ റിസ്ക് ഷെയർ ചെയ്യുന്നത് എല്ലാ പാർട്ട്നേഴ്സും ഒരുമിച്ചാണ്. കാരണം എത്രയാണോ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഖ്യയ്ക്ക് അനുസരിച്ച് അവർ ലോസും എന്ത് ചെയ്യും, ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ ദിസ് റെഡ്യൂസസ് ദ ആങ്സൈറ്റി, ബേർഡൻ ആൻഡ് സ്ട്രെസ് ഓൺ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സ്. ഇത് പാർട്ട്നേഴ്സിൻ്റെ ആങ്സൈറ്റിയും ബേർഡനും സ്ട്രെസ്സും ഒക്കെ എന്ത് ചെയ്യും, കുറയ്ക്കുന്നതിന് സഹായിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റാളുകൾ കൂടി ഇത് ഷെയർ ചെയ്യുമല്ലോ എന്നുള്ള ഒരു ചിന്ത അവരുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെറിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ലിമിറ്റേഷനാണ് അവരുടെ ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. കാരണം നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടം മുഴുവൻ നികത്തേണ്ടത് അവരുടെ ബാധ്യതയാണ്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും അവർക്ക് ഫണ്ടൊന്നും അവൈലബിൾ അല്ല. പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ബാധ്യത ഏറ്റെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് എന്തായിരിക്കും, ലയബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ദെൻ രണ്ടാമത്തത് നോ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വ്യക്തി ഒരു പാർട്ട്ണർഷിപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഷെയർ മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധ്യമല്ല. മ്യൂച്വൽ കൺസെൻ്റ് ഇല്ലാതെ വേറൊരാൾക്ക് കൊടുക്കാൻ സാധ്യമല്ല. കമ്പനിയിലൊക്കെ ആയിരുന്നുവെങ്കിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലെ ഷെയർ നമുക്ക് മറ്റൊരാൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയൊക്കെ വിൽക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ അത് സാധ്യമല്ല. ഇവിടെ മറ്റൊരു വ്യക്തിക്ക് തൻ്റെ കയ്യിലുള്ള ഷെയർ കൊടുക്കാൻ സാധിക്കില്ല. ദെൻ ലിമിറ്റഡ് റിസോഴ്സസുകൾ, വിഭവങ്ങൾ ഇവിടെ കുറവായിരിക്കും. മറ്റ് കമ്പനികളെയൊക്കെ തട്ടിച്ച് നോക്കുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പിൻ്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. ദർ ഈസ് എ റിസ്ട്രിക്ഷൻ ഓൺ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ ഫേം, ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കളക്ട് ഹ്യൂജ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. നമുക്കറിയാം ഒരു പാർട്ട്ണർഷിപ്പിൽ പരമാവധി 100 പേരെ മാത്രമേ അംഗമാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുപയോഗിക്കുന്ന റിസോഴ്സസിനും എന്തുണ്ടായിരിക്കും, പരിമിതികൾ ഉണ്ടായിരിക്കും. ദെൻ ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ് കുറവായിരിക്കുമെന്ന് പറയുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് നോട്ട് ലീഗലി റിക്വയർഡ് ടു പബ്ലിഷ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ആസ് എ റിസൾട്ട് ദ കോൺഫിഡൻസ് ഓഫ് ദ പബ്ലിക് ഇൻ പാർട്ട്ണർഷിപ്പ് ഈസ് ജനറലി ലോ. അതായത് പൊതുജനങ്ങളിലേക്ക് പാർട്ട്ണർഷിപ്പ് അവരുടെ അക്കൗണ്ടുകളോ റിപ്പോർട്ട്സുകളോ ഒന്നും പബ്ലിഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് പാർട്ട്ണർഷിപ്പിൽ എന്തായിരിക്കും, വിശ്വാസം കുറവായിരിക്കും. ദെൻ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്. തർക്കമുണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും പാർട്ട്ണർഷിപ്പിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ ചേർന്നിട്ടാണല്ലോ ഈ പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ടാവും. ഒരുപക്ഷെ ഇത് കോൺഫ്ലിക്റ്റിലേക്ക് നയിച്ചേക്കാം. ദെൻ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു പാർട്ട്ണറുടെ മരണമോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റോ ഇൻസോൾവൻസിയോ ഒക്കെ തന്നെ ആ പാർട്ട്ണർഷിപ്പ് അവസാനിക്കുന്നതിന് കാരണമാവുന്നു. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസുകളാണ് നമുക്ക് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.